CRM ബിസിനസ് വിപുലീകരിക്കുമ്പോൾ ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഓരോ കസ്റ്റമറുമായും നമ്മൾ എപ്പോൾ സംസാരിച്ചു, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അടുത്ത ഫോളോ അപ്പ് എപ്പോഴാണ് എന്നതിലൊക്കെ കൃത്യത വരുത്താൻ CRM സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ കസ്റ്റമർ സർവീസ് മെച്ചപ്പെടുത്താനും സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ലെറ്റ്സ് ഗെറ്റ് ഇൻ ഡീറ്റെയിൽ ടു ദ സോഫ്റ്റ്വെയർ. ഓപ്പൺ ആയി വരുന്ന ലോഗിൻ സ്ക്രീനിൽ IP ലിങ്കും യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയി വരുന്ന ഈ സ്ക്രീനാണ് ഡാഷ്ബോർഡ് വിൻഡോ. ഇവിടെ ഏറ്റവും ടോപ്പ് സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ ഈക്വൽ സൈൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മൊഡ്യൂൾസുകളും സെറ്റിംഗ്സും കോൾ ലോഗ്സും ഹെൽപ്പ് സെക്ഷനും കാണാം. സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ നോട്ടിഫിക്കേഷൻസ് ഐക്കൺ കാണാം. ഇവിടെ നമ്മുടെ കസ്റ്റമർ ഓർ ലീഡ്സ് റിലേറ്റഡ് ആയ എല്ലാ നോട്ടിഫിക്കേഷൻസും കാണാം. ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റീഡായി മാർക്ക് ചെയ്യും. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ടുഡേ മീറ്റിംഗ്സ്, ടുഡേ കോൾസ്, ടുഡേ ടാസ്ക്, പെൻഡിങ് ലിസ്റ്റ് കാണാം. ഇവിടെയാണ് ഓരോ യൂസേഴ്സും അവർ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ടീം ലീഡ്സ് ഓരോ യൂസറിനും ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതോ ആയ അതത് ദിവസങ്ങളിലെ മീറ്റിംഗ്സുകളും കോൾസും ടാസ്കുകളും അവരുടെ പെൻഡിങ് ലീഡ്സ് ലിസ്റ്റും കാണുന്നത്. ഇവിടെ ഓരോന്നിന്റെയും കൗണ്ടുകൾ എത്രയാണെന്നും ഓരോ ഐക്കണും ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയ ഓരോ ലീഡ്സുകളും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. സെയിൽസ് ടീം മെമ്പേഴ്സ് ഇത് പ്രകാരം ഡെയിലി അവരുടെ ലീഡ്സ് ഫോളോ അപ്പ് ചെയ്യുക എന്നതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. തൊട്ട് താഴെ നമുക്ക് ഷെഡ്യൂൾസ് കാണാം. ഇവിടെ ഓരോ യൂസേഴ്സും കാലണ്ടർ വൈസ് ഷെഡ്യൂൾ ചെയ്യുന്ന അവരുടെ ഫോളോ അപ്പുകളും അപ്കമിംഗ് ഫോളോ അപ്പുകളും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി നമുക്ക് ഒരു എൻക്വയറി വന്നാൽ ആപ്പ് ത്രൂ എങ്ങനെ അത് ലീഡായിട്ട് സേവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ താഴെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ലീഡ് ബട്ടൺ. ഈ വരുന്നതാണ് എൻക്വയറി ആഡ് ചെയ്യാനുള്ള ലീഡ് ഫോം. ഇതിൽ നെയിം ആൻഡ് ഫോൺ നമ്പർ ആണ് മാൻഡേറ്ററി ഫീൽഡ്സ്. അത് രണ്ടും മറ്റു നെസസറി ഡീറ്റെയിൽസുകളും ഫിൽ ചെയ്ത് സേവ് ചെയ്യാം. ഇനി ഡാഷ്ബോർഡിൽ താഴെ ഗ്രാഫ് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്ത ലീഡ്സും യൂസേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന അവരുടെ ഹോൾ ലീഡ്സും ലിസ്റ്റ് ചെയ്യും. വന്നിരിക്കുന്ന ലീഡ് ലിസ്റ്റില് ഒരു ലീഡ് ഡബിൾ ടാപ്പ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ എഡിറ്റ് ആൻഡ് ഡിലീറ്റ് ഓപ്ഷൻ കിട്ടും. നെസസറി ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം, അതുപോലെ ഡിലീറ്റ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒരു ലീഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ലീഡ് നെയിമും ഫോൺ നമ്പറും കാണാം. അതിന് തൊട്ട് താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം. ഇവിടെയാണ് ലീഡ്സിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓരോ ഫോളോ അപ്പ് കഴിയുമ്പോഴും യൂസേഴ്സിന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. എന്താണോ കറന്റ് ലീഡ് സ്റ്റേജ് അത് അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. തൊട്ട് താഴെ ആഡ് നോട്ട് ഐക്കൺ കാണാം. അവിടെ ഫോളോ അപ്പിന് ശേഷമുള്ള ഫീഡ്ബാക്കുകൾ നോട്ടായിട്ട് ഡേറ്റ് ആൻഡ് ടൈം അടക്കം സേവ് ആവും. കോൾ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഡയൽപാഡ് ത്രൂ കോൾ ചെയ്യാം. ആഫ്റ്റർ കോൾ റെക്കോർഡിങ്ങും അപ്ലോഡ് ചെയ്യാം. വാട്സാപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലയന്റിന്റെ വാട്സാപ്പ് പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ക്ലയന്റിന് വാട്സാപ്പ് ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുകയും ചെയ്യാം. അടുത്ത് കാണുന്ന ഫോളോ അപ്പ് ഓൺ കോൾ ഐക്കൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ഫോളോ അപ്പ് ഡേറ്റും റിമൈൻഡർ വരേണ്ട ടൈമും കൊടുത്ത് ഷെഡ്യൂൾ ചെയ്യാം. ആ പെർട്ടിക്കുലർ ഡേറ്റിൽ അന്നത്തെ ഫോളോ അപ്പ് ലിസ്റ്റിൽ ആ ടൈമിൽ റിമൈൻഡർ അലാമോട് കൂടി നോട്ടിഫൈ ചെയ്യും. താഴോട്ട് വരുമ്പോൾ കോൾ റെക്കോർഡിംഗ് ലിസ്റ്റ് ചെയ്ത് കാണാം. അതുപോലെ നോട്ട്സിനോട് ചേർന്ന് റെക്കോർഡിംഗ്സ് ഐക്കൺ കാണാം. അവിടെ നമുക്ക് വോയിസ് റെക്കോർഡിംഗ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം നോട്ട്സിന് പകരമായിട്ട്. തൊട്ടടുത്ത് അറ്റാച്ച്മെന്റ് ഐക്കൺ കാണാം. അവിടെ ഡോക്യുമെന്റ്സ്, ഇമേജസ്, ഫയൽസ് ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് സേവ് ചെയ്യാം. ഇനി ലീഡിന്റെ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ വരുന്ന സ്ക്രീനിൽ കൺവേർട്ട് ആയാൽ മൂവ് ടു സ്റ്റുഡന്റ് ഡോട്ട് പ്രൊജക്ട് ആയിട്ടും ലോസ്റ്റ് ആയാൽ മാർക്ക് ആസ് ലോസ്റ്റ് ആയും കൊടുത്ത് സേവ് ചെയ്യാം. അതുപോലെ ഹൈലി കൺവേർഷൻ ചാൻസസ് ഉള്ള ഇൻട്രസ്റ്റഡ് ലീഡ്സ് ആണെങ്കിൽ മൂവ് ടു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറ്റിയ ലീഡ് ലിസ്റ്റിൽ ഓപ്പർച്യൂണിറ്റിയിൽ വന്നു കിടക്കുന്നു. ലീഡ്സിന്റെ എല്ലാ ഫീച്ചേഴ്സോടും കൂടി നമുക്ക് ഹോട്ട് ലീഡ്സ് ഇവിടെ സ്പെസിഫൈഡ് കാറ്റഗറി ആയി ഫോളോ അപ്പ് ചെയ്യാം.
ലീഡ് ലിസ്റ്റിന്റെ സ്ക്രീനിൽ മിഡിലായി ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ 3 ലൈൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുകളിലായിട്ട് ഫിൽട്ടർ ഓപ്ഷൻ കാണാം. ലീഡ്സിന്റെ സ്റ്റേജസും റിക്വയർമെന്റ്സും സോഴ്സസും ആക്ഷൻസും യൂസേഴ്സും എല്ലാ സ്പെസിഫിക്കേഷനും വെച്ച് ഡേറ്റ് വൈസ് ഫിൽട്ടർ ചെയ്ത് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് മെസ്സേജ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഒരു ന്യൂ ലീഡ് ക്രിയേറ്റ് ചെയ്ത് വാട്സ്ആപ്പ് ത്രൂ ആ പെർട്ടിക്കുലർ ക്ലയന്റിന് ബ്രോഷർ ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ കാണുന്നത് അപ്ലോഡ് ഐക്കൺ ആണ്. യൂസേഴ്സിന്റെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളവരുടെ കേസിൽ നമുക്ക് ഫോണിന്റെ സെറ്റിംഗ്സ് ത്രൂ CRM സോഫ്റ്റ്വെയറിലേക്ക് ഒരു ഫയൽ പാത്ത് സെറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ കോൾ റെക്കോർഡിംഗ്സ് ഫെച്ച് ചെയ്യാം. അപ്പോൾ ഓരോ കോൾസും കഴിയുമ്പോഴും ആ ക്ലയന്റിന്റെ കോൾ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആകും. അവരുടെ ടീം ലീഡേഴ്സിനും മാനേജേഴ്സിനും അവരുടെ ഓരോ കോളുകളും ക്രൂസ് മോണിറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും.